ഹോം ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോവൻ ഡിഷാണ്, ചിക്കൻ വിന്ദാലു. ചിക്കൻ മാത്രമല്ല, ബീഫും പോർക്കും ഒക്കെ ഇട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചിക്കൻ വിന്ദാലു ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മസാല റെഡിയാക്കി എടുക്കണം. മസാല ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, ജീരകം, ഉലുവ, കടുക്, മല്ലി, പിരിയൻ മുളക്, വിനാഗിരി, വെള്ളം ഇത്രയും ചേർത്ത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് എടുക്കണം. കൊത്തുമല്ലിയും വറ്റൽമുളകും ഇല്ലെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാല മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി കറിയുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അടുപ്പിലൊരു പാത്രം വെച്ചതിന് ശേഷം പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലെ പാകത്തിനുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഫൈൻ ചോപ്പ് വെച്ചേക്കുന്ന സവളയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന മസാല പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് എണ്ണ തെളിയുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നല്ല വെന്ത് ഉടഞ്ഞു വരുന്ന പരുവം ആവുന്നിടം വരെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ തക്കാളിയും മസാലയ്ക്കകത്ത് നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കും.
നമുക്ക് ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെള്ളമൊന്നും ഒഴിക്കാതെ അതിന് ചിക്കനിൽ നിന്ന് ഗ്രേവിയൊക്കെ ഇറങ്ങി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പരുവാവുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ചിക്കൻ ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ വെന്താൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. കൂടെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.